നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കാൻ പോകുന്നു. ഒരു വളരെ വലിയ സർപ്രൈസ് ഉണ്ട് എന്ന് മാർക്കസ് മെർഹുലാവോ നേരത്തെ പറഞ്ഞപ്പോൾ അത് ഇതാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. യെസ്, സുനിൽ ഛേത്രി മടങ്ങിയെത്തിയിരിക്കുന്നു. ദി ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ് സുനിൽ ഛേത്രി, 40-കാരനായിട്ടുള്ള താരം, ഇന്ത്യക്ക് വേണ്ടി 151 അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി കളിച്ച് 94 ഗോളുകളൊക്കെ നേടി വിരമിക്കൽ പ്രഖ്യാപിച്ചു പോയ ആളാണ്. അദ്ദേഹം ഇതാ ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. മാർച്ച് മാസത്തിലെ 2 മത്സരങ്ങൾക്കുള്ള 26 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മനാലോ മാർക്കേഴ്സ് സുനിൽ ഛേത്രി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 കളികളാണ് കളിക്കാനുള്ളത്. മാർച്ച് 19 ഫ്രണ്ട്ലി മത്സരം മാൽദീവ്സിനെതിരെ, അതിനുശേഷം 2027 AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സ് മത്സരം മാർച്ച് 25 കളിക്കുന്നു. ബംഗ്ലാദേശാണ് എതിരാളികൾ. ഈ കളിക്കുള്ള സ്ക്വാഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുർപ്രീത് സിംഗ് സന്ധുവിന് സ്ക്വാഡിൽ ഇടമില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്ക്വാഡിൽ ആരൊക്കെയാണുള്ളത് നോക്കാം. 26 അംഗ സ്ക്വാഡിൽ ഗോൾ കീപ്പർമാരായിട്ട് അമരീന്ദർ സിംഗും ഗുർമീത് സിംഗും വിശാൽ ഖേത്തുമാണുള്ളത്. ഡിഫൻസിൽ ആശിഷ് റായി, ബോറിസ് സിംഗ്, ചിംഗ്ലൻ സന സിംഗ്, മിങ്തം മാവിയ, മെഹ്താബ് സിംഗ്, രാഹുൽ ബേക്കെ, റോഷൻ സിംഗ് നവോറം, സന്ദേശ് ജിങ്കൻ, സുഭാഷിഷ് ബോസ് എന്നിവരുണ്ട്. മധ്യനിരയിൽ ആഷി കുരുണിയൻ, ആയുഷ് ദേവ് ഛേത്രി, ബ്രണ്ടൻ ഫെർണാണ്ടസ്, ബ്രിസൺ ഫെർണാണ്ടസ്, ജീക്സൺ സിംഗ്, ലാലങ് മാവിയ, ലിസ്റ്റൻ കൊളാക്കോ, മഹേഷ് സിംഗ് നവോറം, സുരേഷ് സിംഗ് വങ്ജം എന്നിവരാണുള്ളത്. മുന്നേറ്റ നിരയിൽ സുനിൽ ഛേത്രി, ഫാറൂഖ് ചൗധരി, ഇർഫാൻ യദ്വദ്, ലാലിൻസ്വാല ചാങ്തെ, മൻവീർ സിംഗ് എന്നിവരുണ്ട്. ഏതായാലും ഇന്നത്തെ വലിയ വാർത്ത എന്ന് പറയുന്നത് സുനിൽ ഛേത്രി ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തി എന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.